ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇത് പ്രീ മാർക്കറ്റ് വീഡിയോ ആണ്. ഓഗസ്റ്റ് 7, 2025 പ്രീ മാർക്കറ്റ് വീഡിയോ ആണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഒന്ന്, ബേസിക്കലി ഇന്ത്യയുടെ GDP റേറ്റ് ഒരു 0.3 അല്ലെങ്കിൽ 0.4% കുറയാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒരു റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. മെയിൻലി ബിക്കോസ് ട്രംപിൻ്റെ താരിഫ് ഉണ്ടല്ലോ. ട്രംപ് താരിഫ് ആദ്യം 25% ആക്കി, അതിനുശേഷം പിന്നെ ഒരു 25% കൂട്ടി, ഇപ്പോൾ 50% താരിഫ് ആക്കി. അപ്പോൾ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് കൊണ്ട് ട്രംപ് ആ രീതിയിൽ ഇപ്പോൾ ഹയർ താരിഫ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ FI സെല്ലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ FI സെല്ലിങ്സ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ തന്നെ ആയിരിക്കും കാരണമാവുക. മാർക്കറ്റ് റൈസ് ഓൺ സെല്ലിൽ ആവാനായിരിക്കും ചാൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് മറ്റ് കാര്യങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ, മറ്റു കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ബേസിക്കലി ട്രംപ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇനി FIDIസിൻ്റെ ഇൻഫ്ലോസ് നോക്കിയാൽ നമുക്കിവിടെ നോക്കാം എന്താണ് ആക്ച്വലി FIDIസിൻ്റെ ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലേ. FI പ്രോ ക്ലൈൻറ്റ് DIs, ഇതിൽ FIസ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലാണ്. ഇൻഡെക്സ് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷനിൽ സെല്ലാണ്. കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്, പുട്ട് അതുപോലെ തന്നെ ബൈയും ചെയ്തിട്ടുണ്ട്, സ്റ്റോക്കും സെല്ല് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം സെല്ലാണ് FIs. ഇനി പ്രോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് കുറച്ച് ഫ്യൂച്ചർ ബൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുപോലെ തന്നെ കോളിനെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂച്ചറിനെ അവർ ഒരു രീതിയിൽ ഹെഡ്ജ് ചെയ്താണ് വച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ക്ലയൻസ് DIs ഇവരെല്ലാം തന്നെ പോസിറ്റീവാണ്. ബേസിക്കലി ക്ലയൻസ് പോസിറ്റീവ് ആയിരിക്കും, FIs നെഗറ്റീവ് ആകുമ്പോൾ ക്ലയൻസ് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ മാത്രമല്ല ഈ ക്ലയൻസ് ആയിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മണി FIസിന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവാണ്. അത് ഏഷ്യൻ മാർക്കറ്റ്സ് മാത്രമല്ല വേൾഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവാണ്. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്, ജപ്പാൻ അതുപോലെ തന്നെ ഹോങ്കോങ്, ചൈനയൊക്കെ തന്നെ പോസിറ്റീവാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് നെഗറ്റീവ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്, ഇന്ത്യൻ മാർക്കറ്റും പോസിറ്റീവ് ആവേണ്ടതാണ്. പക്ഷേ ഈ താരിഫ് എല്ലാം നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. ഇനി ഈ ഏഷ്യൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിലുള്ള ഒരു കോറിലേഷൻ നോക്കുകയാണെങ്കിൽ യൂഷ്വലി ഏഷ്യൻ മാർക്കറ്റിനെക്കാളും ബെറ്റർ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വരേണ്ടത്. ഇങ്ങനെയുള്ളൊരു ന്യൂസ് ഉള്ള സമയത്ത് പക്ഷേ അങ്ങനെ സംഭവിക്കത്തില്ല. താരിഫ് എന്താണോ ആ രീതിയിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കാൻ ചാൻസ് ഉള്ളൂ. ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആവാൻ കാരണം ട്രംപിൻ്റെ താരിഫാണ്. നമുക്ക് മറ്റു കാര്യങ്ങളോട് നോക്കാം. പിന്നീട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് കണ്ടത് OI ആണ്. OI എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയിൽ ഒത്തിരി കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് പുട്ടേ ഉള്ളൂ. ഇതിനെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടും പറയാം. ഇതിനെ എനിക്ക് തോന്നുന്നത് ഒരു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ട്രംപിൻ്റെ ന്യൂസും കൂടെ നിൽക്കുന്നത് കൊണ്ട് വലിയൊരു സെൽ ഓഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ PCR റേഷ്യോ നോക്കുകയാണെങ്കിൽ PCR റേഷ്യോ അറൗണ്ട് 0.60 നോർമലി ഒരു 0.7 താഴെയുള്ള PCR എല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഓവർ സോൾഡ് ആണ് എന്നുള്ളതാണ്. ഓവർ സോൾഡ് ആണ്, മാർക്കറ്റ് മേ ബി ബൗൺസ് ചെയ്യാം എന്നുള്ളതെല്ലാം ആണ് ഒരു റീസൺ. എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇന്നത്തെ ഇതിനകത്ത് കോൾസ് ഒത്തിരി ഉണ്ട്, പുട്സ് വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് നിൽക്കുന്നത്. ട്രംപ് 25 50 ആക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റീസൺ ഉണ്ട്. അതുകൊണ്ട് അത് സെല്ല് തന്നെയാണ് കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇനി നമുക്ക് CPR പോലുള്ള കാര്യങ്ങൾ നോക്കിയാൽ, നിഫ്റ്റിയുടെ CPR നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ CPRലോട്ട് നമുക്ക് വരുമ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ CPRൽ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ CPR ഹയർ റേഞ്ചിലാണ്, അതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള CPRും അതുപോലെ ബെയറിഷ് സെൻറ്റിമെൻറ്റിലുമാണ് ഈ CPR നിൽക്കുന്നത്. ഇനി IT-യുടെയും ഓട്ടോയുടെയും കൂടെ അതുപോലെ തന്നെ റിലയൻസിൻ്റെയും CPR നമുക്ക് നോക്കാം. IT-യുടെ CPR നോക്കുകയാണെങ്കിൽ CNX IT-യുടെ CPRും ഒത്തിരി ബെയറിഷ് ആയിട്ടുള്ള CPR ആണ്. വിഡ്ത്ത് വളരെ കുറവാണ്, വളരെ ബെയറിഷ് ആയിട്ടുള്ള രീതിയിലുള്ള CPR ആണ് IT-യുടേത്.
ഓട്ടോയുടെ CPR മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ട്രേഡിംഗ് കൈൻഡ് ഓഫ് CPR ആണ്. അത്ര നെഗറ്റീവായിട്ടുള്ള CPR അല്ല, ഒരു ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി റിലയൻസിൻ്റെ CPR നോക്കിയാലും അതും കമ്പാരിറ്റീവ്ലി വിഡ്ത്ത് കൂടുതലായിട്ടുണ്ട്, ട്രേഡിംഗ് ടൈപ്പാണ്, പക്ഷേ എങ്കിൽ പോലും ഒരു ബെയറിഷ് ആണ്. അതാണ് ഈ ഗ്രീൻ ക്യാൻഡലിന് താഴെ, ഗ്രീൻ ലൈനിന് താഴെ തന്നെ നിൽക്കുന്ന ഒരു ബെയറിഷ് ആയിട്ടുള്ള CPR ആണ്. ഇനി മേജറായിട്ട് CPR അല്ലാതെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നാളെ ഒരു എക്സ്പയറി ഡേ ആണ് അല്ലേ, എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയിൽ നോക്കുകയാണെങ്കിൽ FIs എല്ലാം തന്നെ സെൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെൽ പൊസിഷനിൽ നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് അടിച്ചാൽ മാത്രമാണ് അവർക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നാളെ ഉണ്ടാക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ നാളെ അടുപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇന്ന് നൈറ്റാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 8:07 12:30 അടുപ്പിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏഷ്യൻ മാർക്കറ്റ്സ് ഒന്നും ഓപ്പൺ അല്ല. നാളെ മാത്രമേ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെയൊക്കെ ആ ഒരു ട്രെൻഡ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നാളെ രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ബേസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നൈറ്റ് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എൻ്റെ വർക്ക് തീരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നൈറ്റ് തന്നെ അത് ഫിനിഷ് ചെയ്യുന്നത്. പക്ഷെ രാവിലെ കുറച്ചും കൂടെ ഡേറ്റ വരും എന്നുള്ളത് ട്രൂത്താണ്, ഒരു സംശയം വേണ്ട. കുറച്ചും കൂടെ ഞാനപ്പോൾ യൂഷ്വലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു പാറ്റേൺ, ഞാനൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യും. അതിൻ്റെ ബേസിൽ എൻ്റേതായിട്ടുള്ളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യും, ഒരു കൺവിക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതേ കൺവിക്ഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് ഒരു ഓപ്പൺ ചെയ്തിട്ട് ആ കൺവിക്ഷൻ്റെ ബേസിലായിരിക്കും ഞാൻ ഒരു ട്രേഡ് എടുക്കുക. യൂഷ്വലി ഒരു 9:15-30 ആ ഒരു 30-ക്കകത്തൊരു ട്രേഡ് എടുക്കും ഞാൻ കൺവിക്ഷൻ്റെ ബേസിൽ. പിന്നെ 9:30 ആകുമ്പോൾ ഞാൻ ഒന്നും കൂടെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഡേറ്റ എടുത്ത് വെച്ചിട്ട് ഒന്നും കൂടെ മാർക്കറ്റിനെ ഒന്ന് ഫുള്ളായിട്ട് അനലൈസ് ചെയ്യും. അതിൻ്റെ ബേസിൽ എൻ്റെ ഈ പൊസിഷൻ കട്ട് ചെയ്യണമോ, ഹോൾഡ് ചെയ്യണമോ, അതല്ല ഇനി സ്കെയിൽ ചെയ്യണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സ്പയറിയുടെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ, എക്സ്പയറി പറഞ്ഞു. പ്രയർ ഡേയുടെ നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ നോക്കിയാൽ, നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ നോക്കിയാൽ ഇതൊരു കൈൻഡ് ഓഫ് ബി ഷേപ്ഡ് ആയിട്ടുള്ള വോളിയം പ്രൊഫൈലാണ് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഡ് ബി സെൽ ഓൺ റൈസിൽ മാർക്കറ്റ് അടിക്കാനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രോബബിലിറ്റിയാണ്, ഇതൊന്നും എക്സാക്റ്റ് അല്ല. ഇതെല്ലാം പ്രോബബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ മാർക്കറ്റിനെ ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈല്, നിഫ്റ്റിയുടെ അല്ല, ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈലാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ലെവൽ നോക്കാം എന്ന് എനിക്ക് തോന്നിയത്. ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈലിൽ ദാണ്ട് ഈ വോളിയം പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ബാങ്ക് നിഫ്റ്റിയുടേത് അത്യാവശ്യം ബയ്യേഴ്സ് ഉള്ള ഒരു ഏരിയയാണ്. സെല്ലേഴ്സ് ഉള്ള ഏരിയയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സെൽ എന്നുള്ള രീതിയിലുള്ള വോളിയം പ്രൊഫൈലാണ്. ലോവർ നോട്ടിൽ ബയ്യർ ഉണ്ടെങ്കിലും ബയ്യേഴ്സ് കമ്പാരിറ്റീവ്ലി ചെറിയ നമ്പർ ഓഫ് ബയ്യേഴ്സിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്. പക്ഷേ ഹയർ നോഡുകളിൽ വലിയ രീതിയിലുള്ള സെല്ലേഴ്സ് തന്നെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അതൊരു പോയിൻ്റാണ്. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ എന്നുള്ളതാണ്. പ്രൈസ് ആക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നിഫ്റ്റി ഒന്ന് കയറി, നിഫ്റ്റി പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് വന്നു, പിന്നെ ഒന്ന് ജസ്റ്റ് ബൗൺസ് ചെയ്തു, പിന്നെ ഒന്ന് താഴോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒന്ന് നിൽക്കുന്നത്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഷോർട്ട് കവറിങ് ഒന്ന് ട്രൈ ചെയ്യുന്നു. പക്ഷേ ഓവറോൾ നോക്കിയാൽ നിഫ്റ്റി ബെയറിഷ് പൊസിഷനിൽ തന്നെയാണ്. ഒരു പ്രൈസ് ആക്ഷൻ ഒന്ന് ബെയറിഷ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഹയർ ലോസ്. ഇവിടെ ഒരു ഹയർ ഐസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു സ്ലൈറ്റ്ലി ബെയറിഷ് ആണ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറയാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കേസുകളിൽ ഒരു 2 ഐറ്റംസ് മാത്രമാണ് എനിക്ക് ബുള്ളിഷായിട്ട് തോന്നിയത്. ഒന്ന്, ഏഷ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവാണ്. നിഫ്റ്റിയും ഏഷ്യൻ മാർക്കറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇനി നാളെ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ അത് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും, അതായത് GDPയുടെ ഗ്രോത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും, ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും, ഇനി FIDIസിൻ്റെ ഫ്ലോസ് ആണെന്നുണ്ടെങ്കിലും, അവരുടെ പൊസിഷൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും, പിന്നെ OIയുടെ ലെവൽസിലാണെന്നുണ്ടെങ്കിലും, CPRൻ്റെ ലെവൽസിലൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ എക്സ്പയറി വെച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും
പ്രയർ ഡേയുടെ വോളിയം പ്രൊഫൈലിൻ്റെ ബേസിൽ നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈലിൻ്റെ ബേസിൽ നോക്കിയാലും ഇനി കറണ്ട് പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ നോക്കിയാലും ഒക്കെ വളരെ വളരെ അധികം സാധ്യത സെല്ലിനാണ് എന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് സെല്ലാണ് എന്നുള്ളതാണ് കറണ്ട് ഡേറ്റ അനുസരിച്ച്. ഇനി നാളത്തെ ഡേറ്റയും കൂടെ ഒന്ന് നോക്കണം. നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഫൈനൽ ഡിസിഷൻ നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ ട്രേഡ് ചെയ്യുക. കാരണം ന്യൂസ് ഒക്കെ നിൽക്കുന്ന സമയമാണ്. മാർക്കറ്റ് മേ ബി ഭയങ്കരമായിട്ട് വോൾട്ടൈൽ ആവാൻ ചാൻസ് ഉണ്ട്. ട്രംപിൻ്റെ ന്യൂസ് ഉണ്ട്, മാത്രമല്ല മറ്റേ നമ്മുടെ നാളത്തെ എക്സ്പയറിയുടെ ഇതുമുണ്ട്. അപ്പോൾ അത് നോക്കി മാത്രം ട്രേഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ ബൈ.